ഹായ്, നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വ്ളോഗാണ് ഇത്. അമ്മയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന്റെ വ്ളോഗാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഇതേ റെഡിയായി ഫുള്ള് മേക്കപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇനി അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആകും. അപ്പം നമുക്ക് വഴിയെ കാണാം എന്തൊക്കെയാണ് ആ റിട്ടയർമെന്റ് ഫംഗ്ഷന് നടക്കുന്നതെന്ന്. ഞങ്ങൾ മാക്സിമം വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നോക്കാം. ദേ ടീച്ചേഴ്സ് അമ്മേനെയും കൊണ്ട് വന്നു. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയവർ. ഞാനും ചേച്ചിയുമാണ് അവരെ സ്വീകരിക്കാൻ പോയത്. ദേ അമ്മ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അമ്മ നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. അമ്മ വീട്ടിൽ നിന്നാണ് ഒരുങ്ങിയിട്ട് പോയത്. നല്ല സുന്ദരിയായിട്ടുണ്ട് അമ്മ. ഇവിടെ ഞങ്ങൾ ഒരു സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മ വരികയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെന്ന് അങ്കിളാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്കിളാണ് ശരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഹെഡ്. ഫുള്ള് ഇത് അറേഞ്ച് ചെയ്യണം, ഫുള്ള് ആരൊക്കെ എന്താണ് പറയേണ്ടത് എന്നൊക്കെ അങ്കിൾ തന്നെയാണ് ഡിസൈഡ് ചെയ്തത്. ഇതേ അമ്മ ബൊക്ക അമ്മ വാങ്ങി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു പൊന്നാട അണിയിക്കൽ ചടങ്ങും കൂടി ഉണ്ട്. ദേ ആൻറ്റി പൊന്നാട അണിയിച്ചു അമ്മേനെ. അമ്മ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോൾ അമ്മേനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ഇതാ എല്ലാവരും ഇരുന്നു. ഇനി അങ്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്കിളാണ് സ്വാഗത പ്രസംഗം പറയുന്നത്. അപ്പോൾ അതിലാദ്യം ടീച്ചേഴ്സിനെ കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ചും അതുപോലെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ടീച്ചേഴ്സ് മാത്രമല്ല ഞങ്ങളുടെ റിലേറ്റീവ്സും അമ്മേനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി അമ്മയുടെ മറുപടിയാണ് ഇതിനുള്ളത്. അമ്മ പറയുന്നത് മോളാണ് സിനിമയുടെ അച്ഛനാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ വന്ന് തിന്നു കുടിച്ച് മാത്രം പോയാൽ പോരാ, ചെറിയൊരു ചടങ്ങ് വയ്ക്കണമെന്ന് പെട്ടെന്ന് 1 മണിക്കാണ് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ അതിനുശേഷം ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുക, മൊമെൻറ്റം കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ അതുപോലെ ഫോട്ടോസ് എടുത്തു എല്ലാവരും ചേർന്ന്, കൊളീഗ്സ്, ഫ്രണ്ട്സ്, അതുപോലെ ഫാമിലി, അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോസ് എടുത്തു. കൂട്ടത്തിൽ ഞങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു വെൽക്കം ഡ്രിങ്ക്. ഇതാദ്യം കൊടുത്തായിരുന്നു. അപ്പം ഞങ്ങളിപ്പോഴാണത് കാണിക്കുന്നത്. ഇതാ ഫുഡ്: ദോശ, ഊത്തപ്പം, മസാല ദോശ. പിന്നെ ഇതാ മസാല ദോശ ലൈവായിട്ട് ചുടുകയായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് ജസ്റ്റ് എടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കറികളാണ്: സാമ്പാർ, ചമ്മന്തി, ഇത് എരിവുള്ള ചമ്മന്തി ഇല്ലേ അതാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പം, ഇടിയപ്പം, പിന്നെ ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നു. അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഇത്രയായിരുന്നു ഞങ്ങളുടെ ഫുഡ്. ദച്ചു അവളുടേതായ ലോകത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വാശിയായിരുന്നു. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നല്ല ഉറക്കവും വരുന്നുണ്ട് ആശാത്തിക്ക്. ഇപ്പം അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വ്ളോഗിൽ കൂടുതലും വോയിസ് ഓവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബഹളമായിരുന്നു. ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ക്ലിയറായി കേൾക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വോയിസൊക്കെ കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ കുട്ടീസ് ഉണ്ട്, ഏകദേശം ഒരേ പ്രായത്തിലുള്ളത്. അപ്പോൾ അവരുടെ കളികളാണ് കുറച്ചെടുക്കുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പല പല വഴിക്കാണ്. ഓരോന്നും ഓരോ വഴിക്ക്, ഒരെണ്ണം ഈ വഴിക്ക് പോയോ ഒരെണ്ണം ആ വഴിക്ക് പോകും. അങ്ങനെയാണല്ലോ കുട്ടികൾ. അപ്പോൾ അവരുടെ കളികളൊക്കെ ഒന്ന് കുറച്ച് ഉൾപ്പെടുത്തിയതാണ്. ഇതിപ്പോൾ ദച്ചു ഉറങ്ങുകയാണ്. അവൾ വാശിയെടുത്ത് ലാസ്റ്റ് ഉറക്കി കിടത്തേക്കുക. അപ്പോൾ ആ ചേച്ചി വന്ന് അവൾക്ക് കാവലിരിക്കുകയാണ്. ഇത് അമ്മയുടെ പഴയ സ്കൂളിൽ ഉണ്ടായിരുന്ന 2 HM ആണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഫോട്ടോ എടുക്കുന്നതാണ്. പിന്നെ ഇതിങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലല്ലോ.
ഫോട്ടോസ് എടുക്കലൊക്കെ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ കാണുന്നത് നിങ്ങൾ. ഞങ്ങൾ ഏറ്റവും അവസാനമാണ് ഫുഡ് കഴിച്ചത്. ദേ ചേച്ചി എടുത്തേക്കണ മസാല ദോശയും സാമ്പാറും, ഞാൻ അപ്പവും ചിക്കനുമാണ്. ദേ ഞങ്ങൾ കഴിക്കുവാണ്, സംസാരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമ്മയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് കുറേയൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. തിരുത്താൻ ഞങ്ങൾ നോക്കുന്നതായിരിക്കും. ഓരോ വീഡിയോ വരുംതോറും മിസ്റ്റേക്ക് എല്ലാം ഞങ്ങൾ മാറ്റുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.